അയലക്കറി കേട്ടോ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അയല നന്നായി കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പിടണേ. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മുളക് പൊടി, പിന്നെ ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ഇതിൽ തന്നെ ഇടലുണ്ട് കേട്ടോ. ചില സമയത്ത് തേങ്ങ വറക്കുമ്പോൾ അതിലാണ് ഇടൽ. അപ്പം അമ്മ പറഞ്ഞു ഇനിമ്പക്ക് തേങ്ങ വറക്കുമ്പോൾ ഇടാമെന്ന് പറഞ്ഞു മല്ലിപ്പൊടി. അങ്ങനെ അതിലേക്ക് തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി മുറിച്ചിടുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളിയും വേണം. വെളുത്തുള്ളി കുറച്ചേ ഇടുള്ളൂ കേട്ടോ, കുറച്ച് മതി, കൂടുതൽ വേണ്ട വറുത്തരയ്ക്കുന്നതിൽ. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കണേ. അത് ഞങ്ങളെ നാട്ടിലൊക്കെ വാളംപുളി കേട്ടോ പിഴിഞ്ഞൊഴിക്കുക. മറ്റേ പുളി അങ്ങനെ ഉപയോഗിക്കില്ല അധികം ആൾക്കാരും. ഇവിടെ കോഴിക്കോട് ഭാഗമൊക്കെ അധിക വീട്ടുകളിലും വാളംപുളി തന്നെയാണ്. ചില ഇതിലൊക്കെ ഉണ്ടാവും കേട്ടോ, എന്നാലും കൂടുതലും വാളംപുളി തന്നെയാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇനി ഇത് ഒരു ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒരു ചട്ടിയിലേക്ക് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് നോക്കുക, പിന്നെ പുളിയൊക്കെ നോക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മീനിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ പുളി ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പം തല അതിൽ നിന്നോട്ടെ, കഷ്ണങ്ങളൊക്കെ മാറ്റി വെക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിൽ. വറുത്തരച്ച കറിയാണല്ലോ, അതിപ്പോൾ ഒന്നും ഇങ്ങനെ വറ്റിപ്പോകും, കുറച്ച് സമയം വേവിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അത് അടുപ്പിൽ വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കുക. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടുണ്ട് കേട്ടോ, ചെറിയ ഉള്ളി. ഇനി ഇത് വറക്കും കുറച്ച് ഉലുവയും കൂടെ കൂട്ടുക. ഇതിപ്പോൾ തേങ്ങ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുക. വറക്കുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. നല്ല ചുവന്ന നിറാവുന്നത് വരെ വറക്കുക. ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട് ഇതിന്. കുറച്ചും കൂടി ഒന്നായാൽ എടുക്കാം. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ഒന്നും ഇട്ടില്ല കേട്ടോ, കുറച്ച് മതി. ഞാൻ അത് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് തണിഞ്ഞിട്ട് ഇത് അരച്ച് വെക്കുക. അപ്പോൾ കറി ഇവിടെ വേറെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. ചക്കക്കുരുവും കൂടെ മാങ്ങയും കൂടിയാണ് ഇന്ന് കറി. അപ്പോൾ അത് കുക്കറിൽ അവിടെ വേവുന്നുണ്ട്. മീനിതാ അടുപ്പിലാട്ടോ വെച്ചത്, മീൻ കറി. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ തേങ്ങ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, അതവിടെ റെഡിയാണ്. ഇനി മീനൊന്ന് നന്നായിട്ട് ഇത് തിളക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചക്ക കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇനി നേരത്തെ തലയാണല്ലോ ഇട്ട് കൊടുത്തത്. ഇനി ആ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് വേവട്ടെ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, അയലയാണല്ലോ, കൂടുതൽ അങ്ങനെ വേവൊന്നുമില്ല. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവിടുന്ന് വേവട്ടെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, അത് നന്നായിട്ട് തിളച്ച് വെന്തുണ്ട്. ഇനി അതിലേക്ക് ഈ അരച്ച് വെച്ച് തേങ്ങ ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ളം കുറച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിപ്പോൾ ലൂസ് ഉണ്ട് കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ അതൊന്നും കൂടി ടൈറ്റ് ആവുമല്ലോ. മിക്സിന് ജാറുള്ള ഒക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒക്കെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാ നന്നായിട്ട് തള വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചാൽ ഇനി ഇതിലൊന്ന് വറവിടാം. ഇതാ മീൻകറി നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഈ അടുപ്പ് തന്നെ കേട്ടോ തിരിച്ചിട്ട് വെച്ചത്. കുറച്ച് വലിയ അടുപ്പ്, അതുകൊണ്ടാണ് ചട്ടി വെച്ചപ്പോൾ ഇഴിഞ്ഞ പോലെ ഉണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് വറവിടാം. ഇനിയിപ്പോൾ വറവിടുന്നില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മേലെ കൂടെ ഒഴിച്ച് എടുത്താൽ മതി. ചിലർ ചെറിയ ഉള്ളിയൊക്കെ ഇതിൽ വറവിടും, അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി കറിയായിട്ട് ഇങ്ങനെ ഒന്ന് ഉച്ചയ്ക്ക് ചക്കക്കുരുവും മാങ്ങയും കറിയും അയലക്കറിയായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും.